അമേരിക്കൻ സാമ്രാജ്യത്വം ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലുമായി ചേർന്ന് യഥാർത്ഥത്തിൽ ലോകം കത്തിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ യുദ്ധം അതിശക്തിയായ രീതിയിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ് ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണം ആരംഭിച്ചത്. അത് പരസ്പരമുള്ള ഒരു യുദ്ധമായിട്ടല്ല ആളിക്കത്തുന്ന പശ്ചിമേഷ്യ മുഴുവൻ ആളിക്കത്തുന്ന ഒരു യുദ്ധ കുരുതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോകം കത്തിക്കുകയാണ് ട്രംപ് എന്ന് പറഞ്ഞത്. പ്രകൃതി വിഭവങ്ങൾ കൈവശപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. വെനസ്വേലയായാലും ഇപ്പോൾ ഇറാനായാലും എണ്ണയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ഗൾഫ് മേഖലയിൽ ഈ യുദ്ധ പശ്ചാത്തലം കേരളത്തിലെ ജനങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ വിദേശത്ത് താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളുള്ള ഒരു നാട് കേരളമാണ്. ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് ബാധിക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. അമേരിക്കയുടെ ഈ കാട്ടാളത്തപരമായ നിലപാടിനെതിരായി അതിശക്തിയായ പ്രതിഷേധം നാട്ടിലുടനീളം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മുമ്പ് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ കഴിയാതിരുന്നത് USSR ഉള്ളതുകൊണ്ടായിരുന്നു, സോവിയറ്റ് റഷ്യ ഉള്ളതുകൊണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യ ഇല്ലാതായതോടെ അവർ കുട്ടിഘോഷിച്ചതുപോലെ ഏകധ്രുവ സാമൂഹ്യ വ്യവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കക്ക് എന്തും ചെയ്യാനുള്ള അവകാശം, ഏത് ഭരണാധികാരിയെയും പിടിച്ചുകൊണ്ടുപോവുക, ഇനിയും ഞങ്ങൾ ക്യൂബയെ പിടിക്കും, മെക്സിക്കോവിനെ പിടിക്കും, ഗ്രീൻലാൻഡ് ഞങ്ങളുടെ ഭാഗമാക്കും, പാലസ്തീൻ ഞങ്ങളെ ഒപ്പം ചേർക്കും, ഇങ്ങനെ ഓരോ രാജ്യത്തെപ്പറ്റിയും ട്രംപ് തന്നെ നേരിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും ഈ സാമ്രാജ്യത്വ കടന്നാക്രമണത്തെ പ്രതിരോധിക്കണം, വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് അമേരിക്കൻ നിലപാടിനെതിരായിട്ടുള്ള ശക്തിയായ ജനകീയമായ പ്രതിരോധം തീർക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്.